ഉപരിപഠനത്തിനായി കേരളം വിട്ടുപോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടി വരികയാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ 6 വർഷത്തിനിടെ ഉണ്ടായത് 92% വർധനവാണ്. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ കേരള മൈഗ്രേഷൻ സർവേയിൽ നിന്നാണ് ഈ കണക്കുകൾ പുറത്തുവരുന്നത്. ലോകത്തെ 182 രാജ്യങ്ങളിലും മലയാളി സാന്നിധ്യമുണ്ട്. പ്രവാസികളാകുന്നവരിൽ അധികവും 15 മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ളവരാണ്. ഇത് ഏകദേശം 62%-ഓളമാണെന്നാണ് കുടിയേറ്റ സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. കേരളം വിട്ടുപോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും മുൻ വർഷത്തേക്കാൾ വർദ്ധിച്ചിട്ടുണ്ട്. 92% വർധനവാണ് കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ ഉണ്ടായത്. അതേസമയം മലയാളി വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ഉപരിപഠനം നടത്തുന്നത് ഓസ്ട്രേലിയയിലാണ്. മലയാളി വിദ്യാർത്ഥികൾ ഓസ്ട്രേലിയയിൽ 30%-ഓളം ഉണ്ടെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. 10 പ്രവാസികളുടെ കണക്കെടുക്കുമ്പോൾ 2 പ്രവാസികൾ ജോലിയില്ലാതെ നാട്ടിലേക്ക് മടങ്ങി വരുന്നു. ഇത്തരത്തിൽ 3.5 ലക്ഷത്തോളം ആളുകൾ മലപ്പുറം ജില്ലയിൽ മാത്രം തിരികെ എത്തിയിട്ടുണ്ട്. നിലവിലെ ജനസംഖ്യയിൽ കേരളത്തിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 16% മാത്രമാണുള്ളത്. ഇതിൽ മൊത്തം ജനസംഖ്യയുടെ 7.9% തൊഴിൽ രഹിതരാണ്. അതേസമയം ആഭ്യന്തര കുടിയേറ്റത്തിലും കേരളം തന്നെയാണ് മുന്നിൽ. കർണാടകയിലേക്കാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ പോകുന്നതെന്നാണ് വിവരം. റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. അർച്ചന രവീന്ദ്രനാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അർച്ചന നമുക്കൊപ്പം തത്സമയം ചേരുന്നു. കോഫി സുജയിൽ. ഗുഡ് മോർണിംഗ് അർച്ചന, ഹാപ്പിയല്ലേ? ഹാപ്പിയാണ്. ഞാൻ ആ സിനിമയിലെ ഡയലോഗ് ഇങ്ങനെ ബിബിമോൻ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുന്നത് പോലെ അർച്ചനയോട് അങ്ങ് ചോദിക്കാമെന്ന് വെച്ചു. സിനിമയൊക്കെ കാണാറുണ്ടോ? അതെ, രാവിലെ തന്നെ ഹാപ്പിയാണ് മാം. ഹാപ്പിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഈ ഒരു ഹാപ്പിനെസ് ഇവിടെ ലഭിക്കാത്തത്? അവരൊക്കെ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണല്ലോ ഇപ്പോൾ അർച്ചന ഈ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർവേ റിപ്പോർട്ടിൽ നിന്ന് കണക്കൊക്കെ വെച്ച് ഇപ്പോൾ പറഞ്ഞത്. എന്താണ് അതിന്റെ യഥാർത്ഥ കാരണം എന്നതിലേക്ക് ഒരു ഇൻട്രോസ്പെക്ഷനിലേക്ക് പോകുന്നുണ്ടോ? നമ്മൾ നേരത്തെ ഈ വിഷയം എടുത്തപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ റിപ്പോർട്ടറിൽ തന്നെ വന്നിരുന്ന് പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല, ഇവിടെയെല്ലാം മികച്ച രീതിയിലാണ്. പക്ഷേ കണക്കുകൾ തിരിച്ചാണല്ലോ അർച്ചന. സുജയ് അതേ പറഞ്ഞതുപോലെ തന്നെ കണക്കനുസരിച്ച് വേണം നമുക്ക് പറയാൻ. എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തൊഴിലില്ലായ്മ തന്നെ, കേരളത്തിലെ തൊഴിലില്ലായ്മ സാഹചര്യം തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. ഈ ഒരു സാഹചര്യം കൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി പുറത്തുള്ള രാജ്യങ്ങളിലേക്കും മറ്റും പോകേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. തൊഴിൽ എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ്. അത്തരത്തിൽ തൊഴിലില്ലായ്മ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പുറത്തേക്ക് അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് ആളുകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഒരു സർവേ പ്രകാരമാണ്, പ്രവാസി സർവേ പ്രകാരമാണ് ഇത്തരത്തിലൊരു കണക്ക് വന്നിട്ടുള്ളത്. ഏകദേശം കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ 92%-ഓളം വിദ്യാർത്ഥികളുടെ വർധനവാണ് ഇത്തരത്തിൽ പുറത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 92%-ഓളം ഉള്ള വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ഉപരിപഠനത്തിന് വേണ്ടി പുറത്തേക്ക് പോകുന്നതും. അല്ലെങ്കിൽ ഏകദേശം ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലേക്കാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ പോകുന്നതും. ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം തണുപ്പും കുളിരും ഒക്കെ ഉള്ള ഒരു രാജ്യം തന്നെയാണ്. ആ ഒരു കാരണം കൊണ്ടാണോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം തൊഴിൽ സാഹചര്യം തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയൊരു പ്രശ്നമായി നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഉപരിപഠനത്തിനായി കേരളം വിട്ടുപോകുന്ന വിദ്യാർത്ഥികളുടെ കാര്യം ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കേസ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു കേരളത്തിലെ കണക്കെടുക്കുന്ന സമയത്താണെങ്കിൽ കേരളത്തിലെ ഏകദേശം ജനസംഖ്യയിലെ പകുതിയോളം ഏകദേശം 50 ലക്ഷത്തോളം ആളുകൾ പ്രവാസികളാണ്. 50 ലക്ഷത്തോളം പേര് പ്രവാസികളാണ്. ഇവരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതും UAE പോലുള്ള രാജ്യങ്ങളാണ്. ഈ UAE പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെയും പ്രശ്നം ഇവിടെയുള്ള പ്രശ്നം തന്നെയാണ്. തൊഴിലില്ലായ്മ തന്നെയാണ് പ്രശ്നം. ഈ ഒരു തൊഴിലില്ലായ്മ പ്രശ്നം കാരണം കൊണ്ട് തന്നെയാണ് ഇവർ പുറത്തേക്കുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്നത്. എന്തായാലും തൊഴിലില്ലായ്മ ഏറ്റവും വലിയൊരു പ്രശ്നമായി തന്നെ കേരളത്തിൽ കാണുന്നു. സുജയ. ഓക്കെ, അർച്ചന രവീന്ദ്രനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. താങ്ക് യു അർച്ചന. ഇന്നത്തെ ദിവസം ഒരു ഹാപ്പി ഡേ ആവട്ടെ. കൂടുതൽ വാർത്തകളൊക്കെയുള്ള ഒരു ഹാപ്പി സൺഡേ അർച്ചനയ്ക്കും ഒപ്പം നമ്മുടെ തിരുവനന്തപുരം ടീമിനും.